വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇന്ന് നിങ്ങൾ മുമ്പിലോട്ട് വന്നിട്ടുള്ളത്. എല്ലാവർക്കും SPR കുവൈത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ NM കുഞ്ഞി കുവൈത്തിൽ നിന്നും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം 20-ാം നമ്പർ ഹൗസ് മെയ്ഡ് വിസയുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനു മുമ്പായി ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ SPR കുവൈത്തിന്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. എപ്പോഴെങ്കിലും നിങ്ങൾക്കൊക്കെ ഇത് ഉപകാരപ്പെട്ടെന്ന് വരും. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താ വെച്ചെങ്കിൽ, മെയ്ഡ് വാക്കൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്കിൽ ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിൽ ടിക്കറ്റ് ഫ്രീ ആണ്, വിസ ഫ്രീ ആണ്, ശമ്പളം ഇത്രയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. പിന്നെ എഴുതിയിട്ടുണ്ടാവും എനിക്ക് അറിയുന്ന വീടാണ്, അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന വീടിൻ്റെ തൊട്ടടുത്താണ്, അല്ലെങ്കിൽ എൻ്റെ കഫീലിൻ്റെ പെങ്ങളെ വീടാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പരസ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത് നാട്ടിൽ കുറേ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടായിട്ടാകുമ്പോൾ, നാട്ടിൽ എന്ന് വെച്ചെങ്കിൽ അതായത് ഇപ്പോൾ ഈ കുവൈത്തിൽ 18-ാം നമ്പർ വിസ, 20-ാം നമ്പർ വിസ, 17-ാം നമ്പർ വിസ, 22-ാം നമ്പർ വിസ, ഈ വിസ കാറ്റഗറി ഒന്നും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനത്തെ ചില ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പെട്ടു പോകുന്നുണ്ട്. അതായത് കുവൈത്തിൽ എന്താണ് ഹൗസ് മെയ്ഡിൻ്റെ വർക്ക് എന്ന് അറിയാത്ത ആൾക്കാർ. അതിൽ കുറേ ചീറ്റിങ് നടക്കുന്നുണ്ട്. അതായത് വാഗ്ദാനങ്ങൾ കുറേ കൊടുത്ത് കൊണ്ടുവന്ന് പെടുത്തുന്നതുണ്ട്. അപ്പോൾ കുവൈറ്റിൽ ചില ഓഫീസുകളൊക്കെ ഉണ്ട്, നല്ല മാന്യമായ രീതിയിൽ പറഞ്ഞതുപോലെ ഡീൽ ചെയ്തിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നല്ല സർവീസ് കൊടുക്കുന്ന ചില ഓഫീസുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചില വീട്ടിൽ പണിയെടുക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞുതരാം, ഇവിടുത്തെ ഒരു സ്വദേശിക്ക് ഒരു മെയ്ഡിനെ ഓഫീസ് വഴി എടുക്കണമെങ്കിൽ അവർക്ക് 600 മുതൽ 800, 900, 1000 ദിനാർ വരെ മുടക്കണം, അവിടെ കെട്ടി വെക്കണം. അപ്പോൾ ഒരു വീട്ടിലേക്ക് ഒരാൾ അയച്ചു കഴിഞ്ഞെങ്കിൽ ആ വീട് ശരിയല്ല, അവർക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഈ പോയ ആൾക്കാർക്ക് 6 മാസം വരെ ടൈമുണ്ട്. തിരിച്ച് ഓഫീസിൽ പോവാം, ഓഫീസർ വേറെ വീട്ടിൽ കൊണ്ടുവിടും, അങ്ങനെ മാറ്റി മറിച്ചും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ചില ഓഫീസുകൾ എന്താക്കും, കൊണ്ടുവിട്ടെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല, വിളിച്ചാൽ ഫോൺ എടുക്കൂല, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ചില കുവൈത്തുകൾ എന്താക്കുമെന്ന് വെച്ചെങ്കിൽ, ഈ കോപ്പറേറ്റീവിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലെ ഡ്രൈവറോട് അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ ഡ്രൈവറോട് അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, മെയ്ഡ് ഉണ്ടാ, എനിക്കൊരു മെയ്ഡിനെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില ആൾക്കാർക്ക് അറിയാം ഇതിൻ്റെ കാര്യങ്ങൾ, ഇതിന് ഇത്ര പൈസ കിട്ടും, കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ആൾക്കാർ ചിലപ്പോൾ 400 വേണമെന്ന് പറയും, ചിലപ്പോൾ 500 വേണമെന്ന് പറയും, 600 വേണമെന്ന് പറയും. അപ്പോൾ ഏതായാലും ഒരു കുവൈത്തി ഒരു ദിനാർ കുറവ് കിട്ടുന്ന നിൽക്കുന്നതിൽ എടുക്കും. അപ്പം ഇങ്ങനെ ഈ വ്യക്തികൾ കൊണ്ട് വന്നു കഴിഞ്ഞെങ്കിൽ അതിലുള്ള പ്രശ്നം എന്താ വെച്ചെങ്കിൽ, അവിടെ പ്രശ്നമായി കഴിഞ്ഞെങ്കിൽ ഇവർക്ക് പോകാൻ വേറെ സ്ഥലമൊന്നുമില്ല. ചിലപ്പോൾ നല്ല ഓഫീസ് വഴി വന്നതാണെങ്കിൽ ആ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അവർ വന്ന് എടുത്തുകൊണ്ടുപോയി മാറ്റി കൊടുക്കും വീട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് വന്ന ഈ 5-6 കോളിൽ ഒരു 3 കോളോളം ഇങ്ങനെ വ്യക്തികൾ വീട്ടിലേക്ക് എടുത്ത വിസകളാണ്, അങ്ങനെ വന്നതാണ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എംബസിയിൽ പോയിക്കോ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എംബസിയിൽ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അവർക്ക് പോകാനും ബുദ്ധിമുട്ടാണ്, വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോകാനോ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ കൊണ്ടുന്ന ആൾക്കാരെ പിന്നെ തിരിഞ്ഞു നോക്കൂല, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്, അപ്പോൾ പിന്നെ ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ, ഇതിൽ തന്നെ ഈ വ്യക്തികൾ എടുക്കുന്നതിൽ നല്ല മാന്യമായ രീതിയിൽ നല്ല വീടൊക്കെ എടുത്തു കൊടുക്കുന്ന ചില ആൾക്കാരൊക്കെയാണ്. ഞാൻ എല്ലാവരും അടച്ചാക്ഷേപിക്കുന്നതൊന്നും അല്ല, നല്ല മാന്യമായ രീതിയിൽ നല്ല വീടൊക്കെ എടുത്തു കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്. ഏതായാലും ഇങ്ങനെ വ്യക്തികളെ വിസയിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ, ഈ വിസ തരുന്ന ആളുടെ പാസ്പോർട്ട് കോപ്പി നിങ്ങളത് വാങ്ങിച്ചു വെക്കണം. ആ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വന്നിട്ട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞെങ്കിൽ ആ പാസ്പോർട്ടിലുള്ള അഡ്രസ്സിലുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ നിങ്ങൾ ആളെ കീഴിൽ വന്നതിന് തെളിവ് നിങ്ങളിൽ ഉണ്ടായിരിക്കണം, ചാറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം, ഇങ്ങനെ പാസ്പോർട്ട് കോപ്പി തരുമ്പോൾ അതേ ആളത് തന്നെയാണോ പാസ്പോർട്ട് കോപ്പി എന്ന് നിങ്ങൾ ഉറപ്പിക്കണം. കാരണം മറ്റുള്ള ആൾക്കാരുടെ ആർക്കെങ്കിലും പാസ്പോർട്ട് കോപ്പി തന്നു കഴിഞ്ഞെങ്കിൽ നമ്മൾ ലാസ്റ്റ് പരാതി കൊടുത്തു കഴിഞ്ഞെങ്കിൽ ആൾക്കാർക്കും ആ കേസ് പോകുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നാട്ടിൽ പോലീസ് സ്റ്റേഷനിൽ അവരോടൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, വിസയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു. അപ്പോൾ ഇങ്ങനെ പറ്റിച്ചു കഴിഞ്ഞെങ്കിൽ അതാണ് പ്രശ്നം. അതുപോലെ തന്നെ ഇവിടെ എംബസിയിലും പോയിട്ട് പരാതി കൊടുക്കണം, ഇന്ന ആളാണ് നമ്മളെ കൊണ്ടുവന്നത്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടാകുമ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാർക്ക് ദേഷ്യം വരുമായിരിക്കും. അതിൽ വലിയൊരു പുത്തിരിയൊന്നുമില്ല, കാരണം ഇതിനു മുമ്പ് ഇങ്ങനത്തെ വീഡിയോ ചെയ്തിട്ടാകുമ്പോൾ രാത്രിയൊക്കെ നെറ്റ് കോളും അത് ഇതും തെറിവിളിയും വെല്ലുവിളിയൊക്കെ കേട്ട് സാധാരണ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ട് ആൾക്കാരെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നെറ്റിൽ നിന്ന് വിളിക്കണ്ട, നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടുത്തെ നമ്പറിൽ നിങ്ങൾ വിളിച്ചോ, ഭീഷണിപ്പെടുത്താലോ എന്തുണ്ടെങ്കിലും ഇവിടുത്തെ നമ്പറിലാവാം, അല്ലെങ്കിൽ ലൊക്കേഷൻ ചോദിച്ചോ തരാം. ഇത് രാത്രി 12 മണി കഴിയുമ്പോൾ ഇങ്ങനെ ഒരുപാട് കോളുകളൊക്കെ വരാറുണ്ട്, നെറ്റ് ഫോണിൽ ഈ വിസ കച്ചവടക്കാർ. അപ്പം ഞാൻ വിസ കച്ചവടക്കാരെ ഞാൻ മൊത്തത്തിൽ അധിക്ഷേപിക്കുന്നതോ ഒന്നുമല്ല, മാന്യമായ രീതിയിൽ ഡീൽ ചെയ്യുന്ന
ഒരുപാട് ആൾക്കാരുണ്ട്, അവരൊന്നും ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനെയൊക്കെ വിസയൊക്കെ എടുത്ത് കൊടുത്തെങ്കിലേ നാട്ടിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് എത്തത്തുള്ളൂ. അപ്പം അതൊക്കെ വേണം. പക്ഷെ അതിൻ്റെ ഇടയിൽ ഇതുപോലത്തെ ചൂഷണങ്ങൾ ഒരിക്കലും പാടില്ല. അതിനെയാണ് ഞാൻ എതിർക്കുന്നത്. അപ്പോൾ നാട്ടിലേക്ക് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണം. കാരണം ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ അവരെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ഈ ചില ആൾക്കാർ ചോദിക്കും പിന്നെ എന്തിനാണ് കയറി വന്നത് എന്നുള്ള ചോദ്യങ്ങൾ ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്. നാട്ടിലത്തെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. വൃത്തികേട് കൊണ്ടാണ് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ എത്തിപ്പെടുന്നുള്ളത്. പിന്നെ ഇതിൽ പല ചീറ്റിങ് നടക്കുന്നുണ്ട്. ജോലി, ആ ജോലിയാണ് സൂപ്പർ മാർക്കറ്റ് ജോലിയാണ്, മറ്റേ ജോലിയാണ്, ഇതാണ് സെയിൽസ് ഗേൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് വീട്ടിലാക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസം ഉള്ള ആൾക്കാർ, നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ, നല്ല തൊഴിലൊക്കെ പഠിച്ച ആൾക്കാരും ഇങ്ങനെ വന്ന് വിട്ടുപോയിട്ടുണ്ട് ഇവിടെ ഒരുപാട്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ, അപ്പോൾ നാട്ടിൽ നിന്ന് 20-ാം നമ്പർ വിസയിലൊക്കെ വരുന്ന ആൾക്കാർ, നിങ്ങൾ ഇവിടുത്തെ 20-ാം നമ്പർ വിസ എന്താണ്, ജോലി എന്താണ്, അതിനെക്കുറിച്ച് ശരിക്കും പഠിച്ചതിന് ശേഷം മാത്രം കയറി വരിക. അല്ലാത്ത പക്ഷം ചിലപ്പോൾ പെട്ടുപോകും. അങ്ങനെ നല്ല വീടുകളുണ്ട് ഇവിടെ. വർഷങ്ങളായി ചില ആൾക്കാരൊക്കെ ജോലി ചെയ്യുന്ന നല്ല ഒരുപാട് വീടുകളുണ്ട്. നമ്മൾ ആരും അടിച്ചാക്ഷേപിക്കുന്നില്ല. നല്ല വീടും കാര്യങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ ഇതേപോലെ ചീറ്റ് ചെയ്യുന്നതും ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതാണ്, ഫ്രീ വിസ, അതായത് ഫ്രീ വിസയിൽ വരുന്നുള്ളത്. ഫ്രീ വിസ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഇല്ല. അത് 20-ാം നമ്പറിലും ഇല്ല, 18-ാം നമ്പറിലും ഇല്ല. ഏതിലും ഫ്രീ വിസ എന്ന് പറഞ്ഞൊരു സംഭവം അതിലില്ല. പിന്നെ ചില ആൾക്കാർ കാശ് വാങ്ങിച്ചിട്ട് പുറത്ത് വെളിയിലേക്ക് വിടുന്നതാണ്. അപ്പോൾ അത് 18-ാം നമ്പറിലുണ്ട്, 20-ാം നമ്പറിലും ഒക്കെ ഉണ്ട്. പക്ഷേ ചില ആൾക്കാർക്ക് 20-ാം നമ്പറിൽ ചില ഇതിൻ്റെ ഈ ഇടയിൽ നിൽക്കുന്ന ഇതിൻ്റെ ഏജന്റുമാരൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അതിൽ ചില ആൾക്കാരൊക്കെ എന്താക്കുന്ന വെച്ചെങ്കിൽ കറക്റ്റ് സ്പോൺസർമാർക്ക് പൈസ എത്തിച്ചു കൊടുക്കൂല, ആ കൊടുക്കാതിരിക്കുമ്പോൾ അവർ ക്യാൻസൽ ആക്കും. ഇങ്ങനെയുള്ള വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചിട്ട് ഹൗസ് മെയ്ഡ് വിസയിൽ വരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതിനെക്കുറിച്ച് ശരിക്കും പഠിച്ചതിന് ശേഷം മാത്രം വരിക. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം ഇതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ളത്, നമ്മൾ പിന്നെ ഇവിടെ വരുന്നത് ജോലിക്കാണ്, സൂചിച്ച് കിടക്കാനൊന്നുമല്ല. ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തരണം ചെയ്യാനും അതൊക്കെ ഉൾക്കൊള്ളാനും അങ്ങനെ ജോലി ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാത്രം കയറി വന്നാൽ മതി. ഗൾഫ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങും ഈ കാണുന്ന റോഡും ഈ കാണുന്ന വണ്ടിയൊന്നും അല്ല. അതൊക്കെ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ സുഹൃത്തുക്കൾ, എല്ലാവരോടും സ്നേഹം മാത്രം. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക.